ഹലോ ഡിയേഴ്സ്, അപ്പോൾ മൈ ലൈഫ് ഒഫീഷ്യലി പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിച്ചു. രാവിലത്തെ ചായ പിന്നെ നോക്കണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒന്നും കാണില്ല പ്രത്യേകിച്ച്. പിന്നെ ചായ കുടി കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടാണ്. അടുക്കളയിൽ കഞ്ഞിക്കിട്ടിട്ട് പിന്നെ തലേന്ന് ചോറ് വടിക്കുള്ളൂ. അപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് മീനിൻ്റെ ഒരു ടൈപ്പും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡിൽ മാറ്റി വെച്ചിട്ട് പിന്നെ കാപ്പി കൂടിയായിരുന്നു. അപ്പോൾ ആമിക്ക് രാവിലെ കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കൽ ഉറങ്ങും. ആ ടൈമിലായിരിക്കും ഞാൻ കാപ്പി കുടിക്കുന്നത്. സംഭവം ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുറക്കം, പിന്നെ കുളിച്ചതിന് ശേഷമേ ഉള്ളൂ. സംഭവം നിപ്പിൾ അടുത്തിരിപ്പുണ്ട്. എപ്പോൾ ഓർമ്മ വന്നാലും കണ്ണു പോലും തുറക്കില്ല. ഈ നിപ്പിൾ തപ്പി പിടിച്ച് അവളെടുത്ത് വെച്ച് കിടന്നോളും. അപ്പോൾ പിന്നെ അതിന് ശേഷം അമ്മൂമ്മയാട്ടോ അരി വടിച്ചു തന്നെ. എനിക്ക് ചെറുതായിട്ട് കയ്യിൽ വീണതിന് ശേഷം പേടിയാട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് വന്നതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ആമി എണീറ്റു. അതിന് കുറേ സമയത്തിന് ശേഷമായിട്ട് പിന്നെ അവളെ വാക്കറിൽ ഇരുത്തിയിട്ട് വേണം പല ജോലികളും ചെയ്യാനായിട്ട്. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഈ ടൈമാണ് എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവളെ വാക്കറിലിരുത്തിയിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടി ആക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ട് ചെയ്താലുണ്ടല്ലോ ഒരു എന്താ പറയുക, മൈൻഡ് സെറ്റിൽ അതങ്ങനെ ഇരിക്കും. അയ്യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ എന്താണോ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ടുള്ളതൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചു. പിന്നെ അമ്മമ്മ അരി അതിനുശേഷം വടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതാട്ടോ ഇത്. അപ്പോൾ ആമി കുളിയൊക്കെ കഴിഞ്ഞ് ആമി നിങ്ങൾക്ക് തരുന്ന ഹായ് ആട്ടോ ഇത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്നുള്ളത് വീഡിയോയിൽ എടുത്തില്ല. ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ ആമി ചായ കുടിക്കാതിരുന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്ത് വെച്ച് കളിക്കാട്ടോ. ഇത് അടുക്കളയിൽ നിന്ന് പോയി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ കടലയും ഈ ചിപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടാ ഇതുപോലത്തെ ഒരു പായസം വാങ്ങിയിട്ട് വന്നു. പാക്കറ്റിലുള്ളതായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അതിൽ നെയ്യും ഇനിപ്പൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഏട്ടൻ പറഞ്ഞു വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഈ ഫോട്ടോ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ആമിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്ന കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്കായിരുന്നു. അപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണാം. ഇതാട്ടോ വർക്ക്ഷോപ്പ്. ഞാൻ ഇതൊരിക്കലും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. റീസെൻറ്റ് ടൈമിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടിങ് വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ NRC ഓട്ടോമൊബൈൽസ് എന്നാണ് വർക്ക്ഷോപ്പിൻ്റെ പേര്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇൻസ്റ്റയിലുള്ള പേജ് ഞാൻ മെൻഷൻ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആമി അവളുടെ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര കളിയും കാര്യമൊക്കെയാണ്. പിന്നെ രാത്രി ഫുഡിന് കഴിച്ചത് വെറോട്ടയാണ്. എന്തോ ഒരു കൊതി തോന്നി പറഞ്ഞപ്പോൾ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ചിക്കനും ഗ്രേവിയുമായിട്ട്. അങ്ങനെ രാത്രി അത് കഴിച്ചു. എന്തോ ഇതൊക്കെ കിട്ടുമ്പോൾ അയ്യോ എവിടെ ഇല്ലാത്തൊരു ഹാപ്പിനെസ്സും ഒക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ അന്നത്തെ രാത്രി അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് അതിൻ്റെ പിറ്റേന്നാട്ടോ. സംഭവം എന്താ വെച്ചാൽ ഞാൻ ആമിയുടെ ബർത്ത്ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. സംഭവം പവർ കട്ടായി ഒട്ടും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷനായിട്ടുള്ള തിങ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നതായിട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിത് വാങ്ങാനായിട്ട് പാർശലയിലാണ് പോയത്. അവിടെയുള്ള ഒരു ഷോപ്പിലാണ് പോയി കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ട് വന്നു. ആമിയെ കൊണ്ടുപോയില്ല കേട്ടോ. അവളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഷോപ്പിൽ വന്നിട്ട് ബർത്ത്ഡേക്കായിട്ടുള്ള ഒരു അത്യാവശ്യ സാധനം മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. ഭയങ്കര എന്താ പറയുക, വലിയൊരു സെലിബ്രേഷൻ അല്ല, നോർമലായിട്ട് അങ്ങനെ. അപ്പോൾ അവിടെയുള്ള സാധനമൊക്കെ ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് എന്താ പറയുക, അവിടെ പോയപ്പോഴാണ് ഈ ബ്രൈറ്റ് ടു ബി അങ്ങനത്തെ കുറേ ലെറ്റേഴ്സ് എല്ലാം സൂപ്പറായിരുന്നു. അത് കാണാനൊക്കെ
സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ഓംലേറ്റും വടയാട്ടോ കഴിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ ആമീൻ്റെ ബർത്ത്ഡേക്കുള്ള സെലിബ്രേഷനും ഡെക്കറേഷൻ ചെയ്യുന്ന ടൈമാട്ടോ ഇത്. അപ്പോൾ അവളുടെ ഫസ്റ്റ് വ്ലോഗ് എടുക്കാൻ പറ്റാത്തത് വലിയൊരു മിസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.